ബാലരാമപുരത്ത് 2 വയസ്സുകാരി മരിച്ച കാര്യത്തിൽ ദുരൂഹതയുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ നമ്മുടെ പ്രതിനിധി സലീം മാലിക് നിൽക്കുന്നുണ്ട്. സലീം മാലിക്കിനോട് കൂടി നമുക്ക് ചോദിക്കാം. കാര്യം പോലീസ് സ്റ്റേഷനിൽ ഇപ്പം മിക്ക ആൾക്കാരും ഉണ്ട്, ബന്ധുക്കളെല്ലാം പോലീസ് നിരീക്ഷണത്തിലാണ്, അമ്മയും അച്ഛനും പോലീസ് കസ്റ്റഡിയിലാണ്. ഇതൊരു മരണമല്ല, സ്വാഭാവിക മരണമല്ല, ഒരു കൊലപാതകമാണ് എന്ന രീതിയിലാണ് വാർത്തകൾ വളരാൻ പോകുന്നത്. സലീം മാലിക് ചേരുന്നു. സലീം, എന്തൊക്കെയാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വിവരങ്ങൾ? പോലീസിന് ഇൻക്വസ്റ്റിന് ശേഷം ഒരു സ്ഥിരീകരണം വന്നു കഴിഞ്ഞോ? കേസുമായി ബന്ധപ്പെട്ട അടിമുടി ദുരൂഹതയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പോലീസ് അതിലെ പരമാവധി അന്വേഷണത്തിലേക്ക്, അതിലെ ആദ്യഘട്ടത്തിൽ തന്നെ പഴുതുകളടച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ആ സംഭവം കൃത്യം സംഭവിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുടുംബത്തെ ആകെ കസ്റ്റഡിയിലേക്ക് എടുക്കുന്ന സാഹചര്യം വന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലരാമപുരം പോലീസ് സ്റ്റേഷന് മുൻപിലാണ്. ഇവിടെ ഇപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ, 2 വയസ്സുകാരിയുടെ അമ്മ, അച്ഛൻ, അമ്മയുടെ സഹോദരൻ, ഒപ്പം മുത്തശ്ശി എന്നിവർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇവർ പറയുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധമാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു കൊലപാതകമാകാം എന്നുള്ളൊരു നിഗമനമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ളത്. മാത്രമല്ല, തിരുവനന്തപുരം റൂറൽ എസ് പിയും ഇപ്പോൾ പറഞ്ഞത് കൊലപാതക സാധ്യത തള്ളാതെയാണ് 24 അദ്ദേഹം സംസാരിച്ചത്. നമ്മൾ ഉൾപ്പെടെ തുടക്കം മുതൽ സംശയിക്കുന്ന അതേ കാര്യം, അതായത് ഒരു 2 വയസ്സുകാരിയായ കുട്ടിക്ക് ഒറ്റയ്ക്ക് കിണറ്റിൻ്റെ സൈഡിലേക്ക്, അതും പുലർച്ചെ ഉറങ്ങി എഴുന്നേറ്റ് ഉടൻ പോകേണ്ട കാര്യമില്ല. മാത്രമല്ല, ആ പടിക്കെട്ട് താണ്ടി അതിലേക്ക് വീണു പോകാനുള്ള സാഹചര്യവുമില്ല. അതുകൊണ്ട് സ്വാഭാവികമായും അതൊരു കൊലപാതകമാണ് എന്നുള്ള നിലയിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതും കുടുംബത്തെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. കാരണം ഈ കുടുംബത്തെ സംശയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യമാണ്. 4 പേരാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. 4 പേരും പറയുന്നത് 4 കാര്യമാണ് എന്നുള്ളത് മാത്രമല്ല, ഈ ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർക്ക് സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലീസും പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വ്യാജ പരാതി ഇവർ പോലീസിന് നൽകിയിരുന്നു. 30 ലക്ഷം രൂപ കളവ് പോയി എന്നുള്ളതായിരുന്നു പരാതി. ആ പരാതി അന്വേഷിക്കാനായി ഇവരുടെ മൊഴി രേഖപ്പെടുത്താൻ വന്നപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരസ്പര വിരുദ്ധമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പോലീസ് ആ കേസിൽ മൊഴി എടുത്തിരുന്നില്ല. അതിനുശേഷവും ഇവർക്ക് ചില സാമ്പത്തികമായ ഇടപാടുകളും സാമ്പത്തികമായ ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് തന്നെ പറയുകയും ചെയ്യുന്നു. നിലവിൽ അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് വളരെ വേഗത്തിൽ ആക്ട് ചെയ്ത് ഈ കുടുംബത്തെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ അമ്മ പറഞ്ഞത് അമ്മയ്ക്കും അച്ഛനുമൊപ്പം ഈ കുഞ്ഞ് ഉറങ്ങുകയായിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയുടെ അമ്മ പറഞ്ഞത്. അതിനുശേഷം സഹോദരനൊപ്പം ഉറങ്ങുകയായിരുന്നു എന്ന് ആ മൊഴി തിരുത്തി. അതിന് പിന്നാലെ സഹോദരൻ്റെ മുറിയിൽ നിന്ന് തീപിടുത്തം ഉണ്ടായതായ ചില സൂചനകൾ ലഭിക്കുകയും ചെയ്തു. അതൊന്നും പോലീസിനോട് ഇവർ പറഞ്ഞിരുന്നില്ല. അതോടുകൂടിയാണ് പോലീസ് സംശയം ബലപ്പെട്ടതിന് ശേഷം അവരെ ഈ വീട്ടുകാരെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയുമായിരുന്നു. നിലവിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ, ചോദ്യം ചെയ്യലുകളൊക്കെയാണ് നടക്കുന്നത്. പോലീസിന് ചില സൂചനകൾ കൂടി കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവർക്ക് ഈ അയൽപക്കത്തുള്ള ആളുകളുമായി പോലും വലിയ കാര്യമായ ബന്ധം സ്ഥാപിക്കാതെയായിരുന്നു ഇവരുടെ ജീവിതം. ചില സാമ്പത്തിക ഇടപാടുകളും സാമ്പത്തിക ബാധ്യതയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ എന്ത് തരം സാമ്പത്തിക ബാധ്യതയാണ് ഇവർക്കുണ്ടായിരുന്നത് എന്നുള്ളതിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം പ്രധാനമായും നടത്തുന്നത്. മാത്രമല്ല, ആ വീട്ടിൽ നിന്ന് തന്നെ കയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടാത്മഹത്യക്കുള്ള ശ്രമമാണോ എന്നുള്ളതും പോലീസ് സംശയിക്കുന്നുണ്ട്. ഒരു കൊലപാതകവും അതിനുശേഷം കൂട്ടാത്മഹത്യയുമാണോ അവരുടെ ശ്രമം എന്നുള്ളത് പോലീസ് സംശയിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ കുഞ്ഞിനെ കൊന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെന്ന് സംശയിക്കുന്ന 4 പേരെയും കസ്റ്റഡിയിലെടുക്കാനായത് നേട്ടമാണ്. സ്വാഭാവികമായും ഒരു സാധാരണ കാല് തന്നെ കിണറ്റിൽ വീണു എന്ന് പറയാനായിരുന്നു ഈ മാതാപിതാക്കളുടെ ആദ്യഘട്ടത്തിലെ ശ്രമം. അത് പൊളിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നിലവിൽ പോലീസും പറയുന്നത്. മാലിക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.